ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മൊയ്ന കൾച്ചർ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ടബ്ബാണ്. ഇത് ഏകദേശം ഒരു 35 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടബ്ബാണ്. അപ്പോൾ എപ്പോഴും മൊയ്ന കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടബ്ബ് കുറച്ച് വലുത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതാകുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഈ ഒരു ടാബ്ലറ്റാണ്, ബി കോംപ്ലക്സ് ടാബ്ലറ്റ്. ഇത് ഏകദേശം നല്ല വിറ്റാമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന മൊയ്നക്ക് നല്ല ഗ്രോത്താണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മൾട്ടിപ്ലൈ കിട്ടും. ഈ ഒരു കണ്ടെയ്നറിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലും ചെറിയ ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടെങ്കിൽ ചെറിയ ടാബ്ലറ്റ് യൂസ് ചെയ്താൽ മതി. ചെറിയ ടാബ്ലറ്റ് അല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു പകുതി ടാബ്ലറ്റ് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒരു ടാബ്ലറ്റാണ് യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഇപ്പോൾ മൊയ്ന കൾച്ചർ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഫീഡ് ചെയ്യണം. ഈസ്റ്റാണ് ഫീഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 നേരമായിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരമായിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ഏത് ഈസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രസ്റ്റീജ്, സാധാ ഈസ്റ്റ്, പൊടി ഈസ്റ്റ്, ബോൾ ഈസ്റ്റ്, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കഴിയുന്നതും 2 നേരം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൾച്ചർ ചെയ്യുന്നതായിരിക്കും നല്ല റിസൾട്ട് കിട്ടാൻ നല്ലത്. ഇതിപ്പോൾ 1ാമത്തെ ഡേ ഫീഡ് ചെയ്തു. ഇതിപ്പോൾ 2ാമത്തെ ഡേ ആണ്. കാണാൻ പറ്റും ഏകദേശം എല്ലാ സ്ഥലത്തേക്കും മൊയ്ന സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രോത്താണ്, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വെള്ളം പാട കെട്ടിയിട്ട് മൊയ്ന കൾച്ചർ ക്രാഷ് ആകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ചധികം ഈസ്റ്റായി പോയാലും അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് 2ാമത്തെ ദിവസത്തെ ഒരു നൈറ്റ് ഞാനെടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. 2 ദിവസത്തിനകത്ത് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മൊയ്ന ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെത്തേഡ് എനിക്ക് കിട്ടിയത് ഓൾ മൈ പെറ്റ്സിലെ അഭിലാഷ് ബ്രോൻ്റെ വീഡിയോ എന്നാണ്. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മൊയ്ന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം എല്ലാ സ്ഥലത്തും മൊയ്ന സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടാബ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ്. ഒരു 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കണ്ടെയ്നറിൽ ഈ ടാബ്ലറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും മൊയ്ന സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഡക്ഷനാണ് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ 5ാമത്തെ ഡേ ഇതൊന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ 5ാമത്തെ ഡേ ആണ്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊന്ന് ഒരു പ്രാവശ്യം കളക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു പ്രാവശ്യം കോരിയലാണ് ഈ ഒരു അളവിൽ കിട്ടിയത്. അപ്പോൾ ചെറിയൊരു സ്പേസിൽ നല്ല രീതിയിൽ മൊയ്ന പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിന് കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മൊയ്ന ഏകദേശം കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു പാത്രത്തിലിട്ട് കാണിച്ചു തരാം. എത്ര മൊയ്നയാണ് ഞാനൊരു ആ പാത്രത്തിൽ നിന്ന് ആ ഒരു ടബ്ബിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയുണ്ട് അതിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊയ്ന കളക്ട് ചെയ്യുമ്പോൾ കണ്ണി വലിപ്പം കൂടിയ അരിപ്പ വെച്ച് കളക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഡെയിലി നമുക്ക് നല്ല ക്വാണ്ടിറ്റി മൊയ്ന അതിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ കളക്ട് ചെയ്തത് ഒരു 70% മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് മൊയ്ന ഇതിൽ തന്നെ ഉണ്ട്, നമുക്ക് നോക്കി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മെത്തേഡിനും ആഴ്ചയിൽ ഒരിക്കൽ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു രീതി മൊയ്ന കളക്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ചെറിയ മൊയ്നയൊക്കെ വീണ്ടും ടബിലേക്ക് തന്നെ പോയിട്ട് നല്ല പ്രൊഡക്ഷൻ നടക്കുന്നതിന് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം. ബൈ.